ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഏവരും പ്രതീക്ഷയോടിരുന്ന നാറ്റ 2025 സ്കോർ കാർഡ് സബ്മിഷൻ്റെ ഡെഡ് ലൈനും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ജൂലൈ 5-ാം തീയതി 5 മണിക്കുള്ളിലാണ് സബ്മിറ്റ് ചെയ്തവരെ മാത്രമാണ് റാങ്കിങ്ങിലേക്ക് പരിഗണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി +1 +2 പെർസെൻറ്റേജും നാറ്റ സ്കോറും കൂടി ചേർത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് റാങ്ക് വരിക എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ കറൻ്റിലി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാറ്റ സ്കോറിൽ ഹയസ്റ്റ് സ്കോർ വെച്ചിട്ട് 5-ാം തീയതി ഒരു രാവിലെ ആകുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യാം. കാരണം ചിലവർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റത്തെ നാറ്റ എഴുതി അതിൻ്റെ സ്കോർ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒഫീഷ്യലായിട്ട്. ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. അത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നാറ്റയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വാലിഡ് ആയിട്ടുള്ള ഒരു നാറ്റ സ്കോർ കാർഡ്. അപ്പോൾ നാറ്റയുടെ ഒരു സ്കോർ കാർഡ് വാലിഡ് ആയിട്ടുള്ളത് ഇല്ല, ഡിസ്ക്വാളിഫൈഡ് ആയി പോയിട്ടുണ്ട് നാറ്റയിൽ നിന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിങ്ങിന് ഇത് പരിഗണിക്കില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നാറ്റ സ്കോർ കാർഡിൽ തന്നെ നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ, 2025 അഡ്മിഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വാലിഡ് ആയിട്ട് ഇക്കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുന്ന നാറ്റ സ്കോർ കാർഡ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നാറ്റ എഴുതിയിട്ടുള്ള പല കുട്ടികൾക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓഗസ്റ്റിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അത്രയും നാളത്തെ സ്കോർ കാർഡ് കൺസിഡർ ചെയ്യേണ്ടതല്ലേ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ കീം അതോറിറ്റിയെ സംബന്ധിച്ചിട്ട് അവർ പറയുന്ന ഒരു ഡെഡ് ലൈൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുന്ന നാറ്റ സ്കോർ കാർഡാണ് അവർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കോർ കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമുക്ക് ഓരോ കോളേജസിലും സീറ്റ് അലോട്ട്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നാറ്റ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സ്കോർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ആ കിട്ടിയിട്ടുള്ള സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ 5-ാം തീയതി ആകുമ്പോഴേക്കും അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായി ശ്രമിക്കുക. താങ്ക് യു.